ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിൽ 50%ഉം 100% ഒക്കെ ഡെപ്പോസിറ്റ് ബോണസ് തന്നെ ഫോറക്സ് ബ്രോക്കേഴ്സിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഏറ്റവും വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഇങ്ങനെ സംഭവം കാണല്. പക്ഷേ നിങ്ങളിങ്ങനെ അത്ഭുതപ്പെടാൻ പറ്റേ അവരുടെ കുറച്ച് പഴുതുകൾ ഉണ്ടായില്ല. അത് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം. കൂടുതൽ ട്രേഡേഴ്സും കൊണ്ടുകാണ്ട് പഠിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. എൻ്റെ ഒരു കൂട്ടുകാരനക്ക് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അവൻ $100 ഡെപ്പോസിറ്റ് ചെയ്ത് ഡു പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോക്കറിലാണ് $100 ഡെപ്പോസിറ്റ് ചെയ്തത്. അതിന് അവനക്ക് $50 ഡെപ്പോസിറ്റ് ബോണസ് കിട്ടി. അതായത് 50% ആണ് ഡെപ്പോസിറ്റിൻ്റെ. അപ്പോൾ $50. ഓക്കെ, ഇതിൽ അവന് ന്യൂസിൻ്റെ തൊട്ട് മുന്നേ ആ ഒരു 150 വെച്ച് കണ്ട് അവന് 350 ആക്കി. ആ 150 ക്യാപിറ്റലിനെ അവൻ 350 ആക്കി. അതിന് ശേഷം അവന് വിഡ്രോയിൽ കൊടുത്തപ്പോൾ അവർ ഡെപ്പോസിറ്റ് ബോണസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ലംഘിച്ച് എന്ന് പറഞ്ഞിട്ട് അത് റിജക്ഷനാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് ആ ഡെപ്പോസിറ്റ് ബോണസ് ക്ലെയിം ചെയ്യുമ്പോൾ നമുക്കൊരു PDF കാണിച്ചു തരും. ഞങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു PDF കാണിക്കുന്നുണ്ട്. ഇതിൽ ഈ 15.11 മുതൽ 15.15 വരെയുള്ളൊരു റൂൾസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം അത് പക്ക ഒരു ട്രാപ്പാണ്. ആ ഒരു ബോണസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. അതായത് അവർ പറഞ്ഞത് സസ്പീഷ്യസ് ആയിട്ട് വല്ല ആക്ടിവിറ്റീസും നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബോണസ് അവർ റിജക്റ്റ് ആക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എത്രയോ ഡെപ്പോസിറ്റ് ചെയ്ത് അത് മാത്രമേ അവർ തരുള്ളൂ, അതിലുണ്ടാക്കിയ ഒരു പ്രോഫിറ്റ് പോലും തരില്ല. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡെപ്പോസിറ്റ് ബോണസിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇത് അവർ ഓപ്പൺ ആയിട്ട് പറയില്ല, ഹിഡൻ ആയിട്ട് ഏതെങ്കിലും ഏരിയയിലായിരിക്കും ഉണ്ടാവുക. അതിപ്പോൾ കറക്റ്റായിട്ട് പല ഫേമിലും ഉടനെ ചെയ്യൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലെയിം ചെയ്യാൻ പോകില്ല. ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ ഒരു PDF കാണിച്ചിട്ടും ഈ PDF നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് ഇടുണ്ടാവും. ആ ടിക്ക് ഇടുമ്പോൾ നമ്മളിത് പലരും ഇത് വായിച്ചു നോക്കുന്നുണ്ടാവില്ല. ഇത് വായിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകാം. അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഏതൊക്കെയാണെന്നുള്ളത്. ഇതേപോലെ തന്നെ JetFX എന്നുള്ള ഒരു എന്താ പറയുക ഫോറക്സ് ബ്രോക്കേഴ്സിലും വിഡ്രോയിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് ചെയ്യാൻ എന്തോ അവരുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മിനിറ്റിൽ ഹോൾഡ് ചെയ്യാന്നുള്ള എന്തോ കേസ് ചെയ്യുന്നു. അതായത് സ്കാൾപ്പിംഗ് സ്ട്രാറ്റജി വലുതിൽ അലോഡ് അല്ല എന്നുള്ള രീതിയിൽ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെപ്പോസിറ്റ് ബോണസ് ചൂസ് ചെയ്യുമ്പോൾ അതായത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.